ഓണം വന്നാലും സംക്രാന്തി വന്നാലും ജല അതോറിറ്റിയുടെ സ്വഭാവം മാറില്ല എന്ന് പറഞ്ഞല്ലേ. പ്രത്യേകിച്ച് നമ്മൾ തലസ്ഥാന നിവാസികൾക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ഇനിയും ഞങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കരുതേ. തിരുവനന്തപുരത്ത് വീണ്ടും കുടിവെള്ള പൈപ്പിൽ അറ്റകുറ്റപ്പണി നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ജല അതോറിറ്റി. നാടിന്റെ മുഴുവൻ കുടിവെള്ള പ്രതിസന്ധി ഉണ്ടാക്കിയ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കലിന് പിന്നാലെയാണ് വീണ്ടും അറ്റകുറ്റപ്പണിക്ക് ഒരുങ്ങുന്നത്. പുതിയ മാനദണ്ഡങ്ങൾ രൂപീകരിക്കുന്നതിന് മുന്നോടിയായി അറ്റകുറ്റപ്പണി ആരംഭിക്കൂ എന്നാണ് ശ്രദ്ധേയം. ഇതിനൊരു വ്യവസ്ഥയുമില്ല. എന്തായാലും റിപ്പോർട്ട് കാണാം. റെയിൽപാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ടായ വീഴ്ചയാണ് ദിവസങ്ങളോളം തലസ്ഥാന നഗരവാസികൾക്ക് കുടിവെള്ളം മുട്ടിച്ചത്. ഇതിന് പിന്നാലെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് മാർഗരേഖ തയ്യാറാക്കാൻ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഇത് പ്രാവർത്തികമാകുന്നത് അടുത്ത മാസമാണ്. പുതിയ മാനദണ്ഡങ്ങൾ രൂപീകരിക്കുന്നത് വരെ കാത്തു നിൽക്കാതെ പുതിയ അറ്റകുറ്റപ്പണികൾ നടത്താനാണ് വാട്ടർ അതോറിറ്റിയുടെ തീരുമാനം. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആൽത്തറ മേട്ടുക്കട റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള പുതിയ ലൈനുകൾ ചാർജ് ചെയ്യുകയും പഴയ ബ്രാഞ്ച് ലൈനുകൾ പുതിയ പൈപ്പ് ലൈനുമായി കണക്ട് ചെയ്യുകയും ചെയ്യുന്ന ജോലികളാണ് ഈ മാസം 19-ന് വാട്ടർ അതോറിറ്റി നടത്തുന്നത്. ഇതുവഴി പല വാർഡുകളിലും ജലവിതരണം മുടങ്ങാനാണ് സാധ്യത. ആവശ്യമായ മുൻകരുതൽ സ്വീകരിച്ചില്ലെങ്കിൽ ജനങ്ങൾ കുടിവെള്ളത്തിനായി വീണ്ടും നെട്ടോട്ടം ഓടേണ്ടി വരും. അതോടൊപ്പം ജലവിതരണം മുടങ്ങിയ നിർമ്മാണ പ്രവർത്തനത്തിൽ ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള ടീമിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചുവെന്നായിരുന്നു ജല അതോറിറ്റി ടെക്നിക്കൽ മെമ്പർ എസ് സേതുകുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട്. ജനം, തിരുവനന്തപുരം.